ഇന്നത്തെ സ്വബാഹുൽ ഖൈർ ഫലസ്തീനിലെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സഹോദരങ്ങൾ യാതനകൾ അനുഭവിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരോടൊപ്പം ചേർന്നു നിൽക്കാൻ നമുക്ക് കഴിയണ്ടേ? ഇല്ലെങ്കിൽ റബ്ബുൽ ആലമീനായ തമ്പുരാനോട് എന്തു മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനിന് എല്ലായിടങ്ങളിലും പ്രയോഗിക്കാൻ പറ്റിയ ഒരു അതിവിശിഷ്ടമായ ഒരു ആയുധമായ ദിക്റുണ്ട്. ആ ദിക്ർ കൂടെ ചൊല്ലിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. കുറച്ച് സൂറത്തുകൾ ഓതണം. അവരുടെ എത്രയും പെട്ടെന്നുള്ള മോചനത്തിന് വേണ്ടി റബ്ബുൽ ആലമീനിലേക്ക് കൈ ഉയർത്തണം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും. എത്ര വലിയ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംഗതി പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറയുമ്പോഴും ഇന്ന് ഫലസ്തീനിലെ നമ്മുടെ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പുഞ്ചിരി വിടരാത്തതുപോലെ, എത്ര വലിയ പ്രതിസന്ധികൾക്ക് നടുവിൽ നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വേദന. നമ്മുടെ സ്വന്തം കുഞ്ഞിന് പ്രയാസം നേരിട്ടതുപോലെ അത് ഈമാനുള്ളവരുടെ അടയാളമാണ്. മുസ്ലിംകൾ അങ്ങനെയല്ലേ? അവർ പരസ്പരം ബിൽഡിങ്ങുകൾ പോലെ, ഒരു കെട്ടിടം പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചൊല്ലിയ ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഉമ്മത്തിനും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ പരീക്ഷണം വലനബ്ലുവന്നക്കും, തീർച്ചയായും അള്ളാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയാണ്, പലതരത്തിലാണ് പരീക്ഷണം. നമ്മളൊക്കെ ചില ഘട്ടങ്ങളിൽ പറഞ്ഞു പോകാറുണ്ട്, എന്താണല്ലേ എന്നെ മാത്രം പടച്ചവൻ ഇങ്ങനെ ആക്കണത്? ശരിക്കും നമ്മളൊക്കെ പരീക്ഷണത്തിൻ്റെ ഒരു അല്പം പോലും ഏൽക്കേണ്ടി വരാത്തവരാണ്. അതികഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഫലസ്തീനിലെ സഹോദരങ്ങൾ ഇന്ന് വരെ അവർ റബ്ബിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ പടച്ചോനെ ഞങ്ങളെ നീ ഫലസ്തീനിൽ ജനിപ്പിച്ചതെന്ന് അവർ ചോദിച്ചിട്ടുണ്ടോ? എന്തിനാണ് പടച്ചോനെ ബൈത്തുൽ മഖദ്ദസിൻ്റെ ചാരത്ത് ഞങ്ങളെ ജനിപ്പിച്ചതെന്ന് അവർ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. അവരങ്ങനെ കഴിയില്ല. കാരണം അവരുടെ കൽബിൽ ഈമാനുണ്ട്. അവർ മരിക്കാൻ തയ്യാറായി നടക്കുക. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും അവരുടെ ശരീരങ്ങളിലേക്ക് മിസൈലുകൾ തുളഞ്ഞു കയറാം. ഏത് നിമിഷവും അവരിലേക്ക് ബോംബിങ് നടക്കാം. ഏത് നിമിഷവും ക്രൂരമായ വേട്ടയാടലുകൾക്ക് വിധേയപ്പെടേണ്ടി വന്നേക്കാം. ഏത് നിമിഷവും വെടിയുണ്ടെങ്കിൽ അവരുടെ നെഞ്ചു തുളച്ച് പുറത്ത് കടന്നേക്കാം. ഭക്ഷണം കാണിച്ചിട്ടേ പട്ടിണി കിടക്കണ കുഞ്ഞുമക്കളെ വിളിച്ചു വരുത്തി ഇസ്രായേലിലെ നരാധമന്മാർ. എന്നിട്ടോ ഫുഡ് കണ്ടപ്പോൾ പട്ടിണിക്കോലങ്ങളായ കുഞ്ഞുമക്കൾ ഓടിച്ചെല്ലുന്നുണ്ടാവുമാരുടെ അടുക്കലേക്ക്. അത് നോക്കി നിന്നിട്ട് അവർ തോക്കെടുത്ത് ആ കുഞ്ഞുമക്കളുടെ ജനനേന്ദ്രിയം നോക്കി വെടിവെച്ചിട്ടിട്ടുണ്ട്. അത്രമേൽ ക്രൂരന്മാരായ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. ആ ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. ഈ പറയുന്ന മുസ്ലിം ഉമ്മത്ത്, ഫലസ്തീനിലെ കുട്ടികൾ, ഫലസ്തീനിലെ മക്കൾ, ഫലസ്തീനിലെ സഹോദരങ്ങൾ നാളെ മഹ്ശറിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. മുത്തുനബി അവരെ ചേർത്ത് പിടിക്കും. അവിടുത്തെ പരിശുദ്ധ കരം കൊണ്ട് ഹൗദുൽ കൗസർ കോരിക്കൊടുക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ അംഗീകാരം അവർക്കുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പടച്ചോനെ നാണിച്ചു പോകണല്ല, നാണം തോന്നുന്നു. പടച്ചോനെ, ഞങ്ങൾ എന്താ റബ്ബെ നിൻ്റെ ദീനിന് വേണ്ടി ചെയ്തത്? ഞങ്ങൾ എന്താണല്ല നിൻ്റെ ദീനിന് വേണ്ടി കാഴ്ചവെച്ചത്? ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ തന്നിട്ടില്ല, മക്കളുടേത് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല പടച്ചോനെ, ഒന്നും തന്നിട്ടില്ല. എന്നിട്ടും എന്തൊക്കെയോ ചെയ്തു എന്നുള്ള അഹങ്കാരത്തിൽ നടക്കുകയാണ് ഞങ്ങൾ. ആ സമയത്ത് നമുക്ക് പടച്ചോനോട് പറയാനുള്ളത് ഒറ്റക്കാരിയ, അല്ലാഹുവേ, ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് മേൽ ബോംബിങ് നടത്തപ്പെടുമ്പോൾ അത് ഞങ്ങൾക്ക് മേൽ വന്ന് പതിച്ചതുപോലെ തോന്നിയിട്ടുണ്ടല്ല. അവിടുത്തെ കുഞ്ഞു മക്കൾ ചേതനയേറ്റ് വീഴുമ്പോൾ എൻ്റെ കുഞ്ഞ് ചേതനയേറ്റ് വീണതുപോലെ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടല്ല. അവിടുത്തെ ക്രൂരമായി വേട്ടയാടപ്പെടുന്ന സഹോദരങ്ങളെ കാണുമ്പോൾ എൻ്റെ കൂടപ്പിറപ്പുകൾ വേട്ടയാടപ്പെടുന്നത് പോലെ ഞാൻ വേദനിച്ചിട്ടുണ്ടല്ല. അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് റബ്ബേ. അതിൻ്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും എന്നെ രക്ഷിക്കണയല്ല, കുടുംബത്തെ രക്ഷിക്കണയല്ല, മക്കളെ രക്ഷിക്കണയല്ല, ഈ ഒരു അഹ്ലുകാരെ രക്ഷിക്കണയല്ല. ഇങ്ങനെ ചോദിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താ സഹോദരങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അതൊക്കെയല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന. കത്തിയെരിയുന്ന തീയെ തണുപ്പാക്കി മാറ്റിയ റബ്ബാണ്. ആഴക്കടലിൽ നിന്ന് യൂനുസ് നബിയെ ഉയർത്തിക്കൊണ്ടുവന്ന റബ്ബാണ് നമ്മുടെ റബ്ബ്, റബ്ബുൽ ആലമീനായ തമ്പുരാൻ. അവനോട് നിരന്തരം ദുആ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രതിഷേധം അറിയിക്കുക. എങ്ങനെയാണ് അവരുടെ എല്ലാ ഐറ്റംസും നമ്മളങ്ങ് മാറ്റിവെക്കുക. ഫലസ്തീനികളെ വേദനിപ്പിക്കുന്ന സംഗതികളൊന്നും തന്നെ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലികളുടെ ഉടമസ്ഥതയിലുള്ള ഏതെല്ലാം പ്രോഡക്ട്സുകളുണ്ടോ അതൊക്കെ നമ്മൾ മാറ്റിവെക്കുക, അതൊക്കെ വർജിക്കുക. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട.
അതൊരു തീരുമാനമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഇനി പെപ്സിയോ കോളയോ കുടിക്കാൻ ഞങ്ങളില്ല, ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഞങ്ങളത് കുടിക്കുമ്പോൾ ഫലസ്തീനിലെ കുഞ്ഞിൻ്റെ ചോരയാണ് കുടിച്ച് തീർക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രൊഡക്ട്സ് ഉണ്ടോ അതൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥനയും ഈ പ്രതിരോധവും നമ്മൾ തീർത്താൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സബാഹുൽ ഖൈറിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഹബീബായ തങ്ങളുടെ മനോഹരമായൊരു ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ നമ്മൾ എന്താണോ ചോദിക്കണത് പടച്ചോൻ അത് നമുക്കും തരും എന്നാണ്. നമ്മൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി തേടിയാൽ, അവരുടെ അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്താൽ നമ്മുടെ അസുഖങ്ങൾ അള്ളാഹ് മാറ്റിത്തരും, നമുക്കല്ല രക്ഷ തരും, നമുക്ക് വേണ്ടതൊക്കെ പടച്ചോൻ തരും. നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണ്ടേ. അബ്രഹത്ത് രാജാവും സൈന്യവും കഅബ പൊളിക്കാൻ പോയ സന്ദർഭമുണ്ടല്ലേ, അള്ളാഹു റബ്ബുൽ ആലമീൻ അബാബിയിൽ പക്ഷികളെ ഇറക്കി അവയെ കൂട്ടമായി അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. അള്ളാഹു റബ്ബുൽ ആലമീൻ മനോഹരമായി മുത്തുനബിക്ക് ഇറക്കിക്കൊടുത്ത സൂറത്തുൽ ഫീൽ അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പറ്റുന്ന മനോഹരമായ സൂറത്താണ്. മനസ്സറിഞ്ഞ് നമുക്ക് 11 തവണ ഒന്ന് പാരായണം ചെയ്താലോ. ഹൃദ്യമായി കൽബിൽ തട്ടിയിട്ട് ദ്വാരക്കണം കേട്ടോ. എല്ലാവരും കൽബിൽ തട്ടിയിട്ട് ഓതണം കേട്ടോ. പടച്ചോനെ ഞങ്ങളുടെ സഹോദരങ്ങളാണല്ലോ, കൽബിലൊരു വേദന വേണം, അവർക്ക് നീ രക്ഷ കൊടുക്കണേ അല്ല, അവരിനിയും പ്രയാസത്തിലാക്കല്ലേ അല്ല, ആ പരീക്ഷണത്തിൽ നിന്ന് നീ മുക്തി കൊടുക്കണേ അല്ല. നമുക്ക് ദ്വാരക്കാൻ കഴിയണം. ദുആ കൊണ്ടെങ്കിലും നമ്മൾ ചേർന്ന് നിൽക്കണ്ടേ അവരോടൊപ്പം. മനസ്സറിഞ്ഞൊന്ന് ഒതുക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول.
بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول الحمد لله കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. നിന്റെ ബൈത്തുൽ മഖ്ദസ് എന്ന പരിശുദ്ധമായ ഭൂമിയെ നീ സംരക്ഷിക്കണേ അല്ലാ. അബ്രഹത്ത് രാജാവിൽ നിന്ന് സംരക്ഷിച്ചതുപോലെ ഈ ജൂത പരീക്ഷകളിൽ നിന്ന് നീ സംരക്ഷണം നൽകണേ അല്ലാ. ബദറിന്റെ തലേന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു അല്ലേ, പടച്ചോനെ നീ ഈ ചെറിയ സമൂഹത്തെ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരും ഉണ്ടാവില്ല. അല്ലാ രക്ഷിക്കണേ അല്ലാ. മുത്തുനബി തങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. അപ്പനബി തങ്ങൾ അള്ളാനെ വിളിച്ച ഇസ്മ യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ് ഇല്ലേ. അത് വല്ലാതെ പവിത്രതയുള്ള ഇസ്മാണ്, വല്ലാത്ത പവിത്രതയാണ് യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലമാണെന്ന് ഒരുപാട് മഹാന്മാർ അഭിപ്രായപ്പെട്ട നാമമാണ്. മനസ്സറിഞ്ഞൊരു 33 തവണ വിളിച്ചേ യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, പടച്ചവനെ ഈ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഈ സദസ്സ് നടത്തുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. ഒരു വിശ്വാസിയുടെ ആയുധമായ പ്രാർത്ഥനയുണ്ട്, ഒരു ദിക്റാണത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഇതിന്റെ ആശയം മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് അല്ലാഹ് അല്ലാതെ ആരുമില്ല എന്നാണ്. അല്ലാഹ് അല്ലാതെ ആരുമില്ല. പടച്ചോനെ നിന്നോടല്ലാതെ ആരോട് പറയാനാണല്ലോ. ഏത് സൈന്യമെതിരെ വന്നാലും ഏത് ശക്തി എതിരെ വന്നാലും നശിപ്പിക്കാൻ കഴിയുന്നവൻ നീ മാത്രമാണല്ലോ പടച്ചോനെ. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് യാ അല്ലാഹ് നീ അവർക്ക് സമാധാനം കൊടുക്കണേ പടച്ചോനെ. ഒരു 33 തവണ أفضل الذكر لا إله إلا الله 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 لا إله
ilaha illallah, la 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 ilaha illallah. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് ബലം നൽകുമാറാകട്ടെ. നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്, നീ വെള്ളം കൊടുക്കണേ അല്ലാഹ്, വസ്ത്രം നൽകണേ അല്ലാഹ്, ആശ്വാസം നൽകണേ അല്ലാഹ്, കുടുംബത്തിൽ സമാധാനം കൊടുക്കണേ അല്ലാഹ്, അവരിൽ നിന്ന് ഷഹീദായവർക്ക് വലിയ ശുഹദാക്കളുടെ പദവി നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഏറ്റവും വലിയൊരു സന്തോഷം പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഒരു ദിവസം കൂടെ നമുക്ക് കിട്ടി. അൽഹംദുലില്ലാഹ്. ഇന്ന് റബീഉൽ അവ്വലിലെ അവസാനത്തെ ദിവസമാണ്. കഴിയുന്നവരൊക്കെ റബീഉൽ അവ്വൽ ഇനി അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് നമ്മുടെ ഫലസ്തീനിലെ മക്കളുടെ പേരിൽ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ കൊടുക്കുക. അൽഹംദുലില്ലാഹ്. നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഉസ്താദിൻ്റെ വീട് വെക്കുന്ന കാര്യം പറഞ്ഞു. അൽഹംദുലില്ലാഹ്. കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക. അത് വല്ലാത്തൊരു പ്രതിഫലമുള്ള കാര്യമാണ് ഈ സ്വതക്ക ഹദിയ എന്നൊക്കെ പറയണത്. അള്ളാഹുവിന് അത്രമേൽ പ്രിയപ്പെട്ടതാണ്, അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ദുആ സ്വീകരിക്കാൻ അത് നിമിത്തമാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്കും നമുക്കും സമാധാനം തരട്ടെ. ഈ റബീഉൽ അവ്വലിൽ കണ്ട ഏറ്റവും വലിയ സന്തോഷം, റബീഉൽ അവ്വൽ 12 രാവിലെ ഫലസ്തീനിലെ മക്കൾ ഉറങ്ങിയിട്ടില്ല. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ബോംബ് വർഷം നടക്കാം. അവരിങ്ങനെ അവരുടെ ടെൻറ്റുകൾക്ക് പുറത്തിറങ്ങി നിന്നിട്ട് മുത്തുനബിയുടെ വരവിനെ ആഘോഷിക്കുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ. എങ്ങനെയാണ് അവർക്ക് കഴിയുന്നത്? അത്രമേൽ മഹബത്താണ് മുത്തുനബിയോട്. നമുക്കെന്ത് മഹബത്തുള്ളത്? നമ്മുടെ വെറും പേര് കൊണ്ടുള്ള മഹബത്തല്ലേ? എന്ത് മഹബത്താണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ മഹബത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഫലസ്തീനിലെ മക്കൾ. നമുക്ക് മുത്തുനബിയുടെ പേരിൽ കുറച്ച് മദ്ഹ് ചൊല്ലണ്ടേ? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കുറച്ച് സ്വലാത്ത് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔഖഫ്തുൽ ഉംറ അലൈഹി ബിമദീഹിൻ ബൈന യദൈഹി ഫവ്വൽതുൽ അംറ ഇലൈഹി فاختر لرسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശഅർന ബിഹി യസ്മഉനാ ലം യകദിൽ കൗനു യസഉനാ റബ്ബാഹു ബിഹി ഫജ്മഅനാ അലാ ഹൗദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൽ ഉശ്ശാഖി തജല്ലാ അഹ്ലൻ ബിضيوفി വസഹ്ലാ മാ ഖാല ലിബാകിൻ കല്ലാ യഅതുഫ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുനാക തറഹ്തു ഫുആദി وهناك حلت أورادي فبلغت بطه مرادي فرأيت رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وهناك أموت وأحيا والروح بطه تحيا فأكاد أناجي الواحيا في روض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم في الحال شدت ألحاني والحب حوته أواني فأواني حتى أواني ببقيع رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله قبول ചെയ്യുമാറാകട്ടെ യാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. നമ്മൾ ഈ ചൊല്ലിയതിൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹു അവർക്ക് കാവൽ നൽകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പതിവായി ചൊല്ലുന്ന 3 ദിക്റുകൂടെ ചൊല്ലിട്ട് നമുക്ക് ദ്വാരക്കണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله قبول ചെയ്യുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയാം. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ കരുണക്കടലായ അല്ലാഹ് ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇതിന്റെ മിഥിൽ സവാബ് ആരംഭപ്പൂവായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പരിശുദ്ധ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലെ അവസാനത്തെ ദിവസം ഞങ്ങൾക്ക് തന്ന റബ്ബേ, എത്ര സ്തുതിച്ചാലും നിനക്ക് മതിയാവില്ലല്ലോ അല്ലാഹ്, എത്ര സ്തുതിച്ചാലും മതിയാവില്ലല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബനാ, ഹബീബായ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാഹ്, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, മദദ് നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും ഖൽബിലുള്ള മുറാദുകൾ നീ ഹാസുലാക്കണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല, വേദനകൾ നീക്കണയല്ല, അസുഖബാധിതരുണ്ട് ശിഫാ നൽകണയല്ല, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്, ക്യാൻസർ, ട്യൂമർ, കിഡ്നി രോഗം ബാധിച്ചവർ, ഹാർട്ട് രോഗം ബാധിച്ചവർ തുടങ്ങി പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശമനം നൽകണയല്ല.
അത്തരം അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, പൊന്നു മക്കളെ നന്നാക്കണേ അല്ല, ശോഭനമായ ഭാവി നൽകണേ അല്ല, അതവുള്ള മക്കളാക്കണേ അല്ല, മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ല. കുടുംബസമേതം സ്വബാഹുൽ ഖൈർ കാണുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ കാണുന്ന ഓരോ വീടുകളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ല, ഖൈറിന്റെ അബ്വാബുകൾ തുറന്നു നൽകണേ അല്ല, റഹ്മത്തിന്റെ മാലാഖമാരുടെ കേന്ദ്രമാക്കണേ അല്ല, അദാബുകളിൽ നിന്ന് കാവലേകണേ അല്ല, സുരക്ഷിതത്വം നൽകണേ അല്ല. പടച്ചവനെ, സിഹറുകൾ കണ്ണേറുകൾ നീ ബാത്തുലാക്കണേ അല്ല, തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ല, കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ല, ആരെയും നീ പ്രയാസത്തിലാക്കല്ലേ അല്ല. പടച്ചവൻ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, എളുപ്പമാക്കണേ അല്ല, വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ല, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല, വീടില്ല എന്ന സങ്കടം പറഞ്ഞവരുണ്ട്, ഖൈറായ ഭവനം നീ നൽകണേ തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ഈ സദസ്സിന്ന് ഇവിടെ സംഘടിപ്പിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഓതിയതിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് നീ രക്ഷ നൽകണേ അല്ല, നീ രക്ഷ നൽകണേ അല്ല, നീ സലാമത്ത് നൽകണേ അല്ല. പടച്ചവനെ, അവർക്ക് എന്തു ഈമാനാണല്ല, അവരുടെ ഈമാനിന്റെ കാൽച്ചുവട്ടിലെ മണ്ണാകാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ലല്ലോ പടച്ചവനെ. അവർക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളുടെ ഈമാനിന് ബലം തരണേ അല്ലാ. ഓരോ ദിവസവും എത്രയോ പിഞ്ചു മക്കളാണ് മരിച്ചു വീഴുന്നത്. വിശന്നൊട്ടിയ വയറുമായി ഓടിപ്പോകുന്ന മക്കൾ, ഹിജറ പോകുന്ന മക്കൾ. പടച്ചവനെ, ആരാരും തുണയില്ലാത്തവർ, ഉമ്മ മരിച്ചു കിടക്കുന്നത് നേർക്കണ്ണിൽ കാണേണ്ടി വരുന്ന കുഞ്ഞുമക്കൾ, ഉപ്പയുടെ കഴുത്തറ്റ് പോകുന്നത് നേർക്കണ്ണിൽ കാണേണ്ടി വന്ന പൊന്നുമക്കൾ. യാ അല്ലാ, എന്നിട്ടും അവർ നിന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ അല്ലാ. അവിടെയെല്ലാം ക്ഷമിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പോകുന്ന പൊന്നുമക്കൾ. എന്തൊരു ഈമാനാണ് റബ്ബേ. നീ കാവലേകണയല്ല, നീ കാവലേകണയല്ല. പടച്ചവനെ, അവർക്ക് നീ വിശക്കുമ്പോൾ ഭക്ഷണം നൽകണയല്ല, അവർക്ക് ഭക്ഷണം നൽകണയല്ല, അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കണയല്ല, അവർക്ക് വസ്ത്രം നൽകണയല്ല, അവർക്ക് കയറിക്കിടക്കാൻ വീട് നൽകണയല്ല, അവരെ സഹായിക്കാൻ അറബ് സമൂഹത്തിന് ബോധം നൽകണയല്ല. അറബികൾ ഇന്നും ഇസ്രായേലിന്റെ അടിമകളായി കഴിയുമ്പോൾ റബ്ബനാ, ഫലസ്തീനിലെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല, നീ അവർക്ക് അതിനുള്ള ബോധം കൊടുക്കണയല്ല. കരുണക്കടലായ തമ്പുരാനെ, ഒരു മുത്തുനബിയോട് മഹബത്ത് വെക്കുന്നവരാ. റബീഉൽ അവ്വൽ 12 രാവിലും മുത്ത് ഹബീബിന്റെ മൗലിദ് സന്തോഷത്തോടെ ചൊല്ലിയവരാ. അത്ര വലിയ ആവൽ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും മുത്ത് ഹബീബിനെ പ്രണയിക്കാൻ സമയം കണ്ടെത്തിയവരാ. ഞങ്ങൾക്ക് ആ പ്രണയം കിട്ടിയില്ലല്ലോ റബ്ബേ. അവര് പ്രണയിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ നന്നാക്കണേ അല്ലാ. ഹബീബിന്റെ തിരുനോട്ടത്തിന് നിമിത്തമാക്കണേ അല്ലാ. ഈ സദസ്സ് കണ്ട് പടച്ചവനെ, നിന്റെ ഹബീബ് സന്തോഷിക്കുന്ന രീതിയിലുള്ള സദസ്സാക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ആ ഫലസ്തീനിലെ പാവപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോ ദിവസവും എത്രയോ മനുഷ്യരാണ് ശത്രുക്കളുടെ കൈകളാൽ കൊല ചെയ്യപ്പെടുന്നത്. അവർക്ക് നീ വീരശുഹദാക്കളുടെ പദവി നൽകണയല്ല. ഷഹീദ്, ഏറ്റവും വലിയ ഷഹീദിന്റെ സ്ഥാനത്തേക്ക് അവരെ നീ ഉയർത്തണയല്ല. ഹബീബായ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല. ഹബീബിനോടൊപ്പം നാളെ പരലോകത്തൊരുമിക്കാൻ അവരെല്ലാം മുത്ത് ഹബീബിന്റെ തണലിലായി നിൽക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു ഭാഗ്യം നൽകണയല്ല. ഈ ദുആ ചെയ്ത ഞങ്ങൾക്കും നീ ഒരു ഭാഗ്യം നൽകണയല്ല. അവരുടെ ഹിമ്മത്ത് വർദ്ധിപ്പിക്കണയല്ല. ബൈത്തുൽ മഖ്ദസ് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കപ്പെടുന്നത് കാണാൻ തൗഫീക്ക് നൽകണയല്ല. അവരോടൊപ്പം ആ മസ്ജിദുൽ അഖ്സയിൽ ഞങ്ങൾക്ക് പടച്ചവനെ നിസ്കരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. അതിന്റെ ചുറ്റുമൊന്ന് സിയാറത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകണയല്ല. നീ തൗഫീക്ക് നൽകണയല്ല. ജൂതപ്പരിശകളെ പടച്ചവൻ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണയല്ല. അവരുടെ കുതന്ത്രങ്ങൾ തകർക്കണയല്ല. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണയല്ല. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അല്ലാഹുവേ, ഫലസ്തീനിൽ ഓരോരോ സഹോദരങ്ങളെയും ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ഈ സദസ്സിലേക്ക് ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ മുൻനിർത്തി പാവപ്പെട്ടവരിലേക്ക് ഹദിയ ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരുടെ ഹദിയകൾ സ്വീകരിക്കണയല്ല. എല്ലാ ലക്ഷ്യങ്ങളും അതുകൊണ്ട് നിറവേറ്റണയല്ല. പ്രയാസങ്ങൾ അകറ്റണയല്ല. കണ്ണുനീർ തുടയ്ക്കണയല്ല. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.